ശ്രീവിദ്യ മുല്ലച്ചേരി മുല്ലച്ചേരിയുടെ ഒരു വീഡിയോ കുറച്ചധികം ആളുകൾ എനിക്ക് പേഴ്സണലി സെൻഡ് ചെയ്തു. അത് സെൻഡ് ചെയ്യാനുള്ള കാരണം എനിക്കറിയാം. കാരണം അവരുടെ ഒരു മാരേജ് ടൈമിൽ നമ്മുടെ മീഡിയാസ് പോയിട്ടുണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ, അതിൽ അവരുടെ ഒരു റിപ്ലൈ, എൻ്റെ ഒരു ഒപ്പീനിയൻ, പിന്നെ തിരിച്ചതിന് അവരുടെ ഒരു റിപ്ലൈ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ അവർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എയറിൽ കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്താണെങ്കിലും വരുമല്ലോ. അങ്ങനെ ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ട് ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് പേര് സെൻഡ് ചെയ്യുന്നു. ഞാൻ ആ വീഡിയോ എടുത്തു നോക്കിയ സമയത്ത് ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല. കാരണം ഇതാണ്, തംബ്നെയിലുണ്ട്, തംബ്നെയിൽ അവർ സാഡായിട്ടിരിക്കുന്നുണ്ട്. അവരുടെ ഈ ഒരു ടൈറ്റിൽ അത് മിസ്ലീഡിങ് ആവാം, അല്ലെങ്കിൽ ശരിക്കും എന്തെങ്കിലും ഇഷ്യൂസ് ആവാം. കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ വിചാരിക്കുക. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി ഇപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇതെൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ആയിട്ട് ജീവിക്കുന്ന എനിക്ക് തംബ്നെയിലും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ ഇത് സംതിങ് വേറെയാണ്. ഫൈൻ, സാധാരണ ഇവിടുത്തെ കുറേ ചാനലുകൾ ചെയ്യുന്ന പോലെ തംബ്നെയിലൊന്ന് കോണ്ടൻറ്റ് വേറൊന്ന് എന്നുള്ള രീതിക്ക് ഒരു പരിപാടിയാണ് എന്നുള്ളത് അപ്പ് ഫ്രണ്ട് തന്നെ എനിക്ക് കണ്ടപ്പോൾ പിടുത്തം കിട്ടി. ബിക്കോസ് അതിൻ്റെ ഒരു വ്യൂവർഷിപ്പ് റേറ്റ് ഞാൻ നോക്കുമ്പോൾ തന്നെ ഒരു 73K. സീരിയസ് വല്ല സംഗതിയാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ ചാനലുകളായ നമ്മളടുത്തോ ട്രോൾ വീഡിയോസ് ചെയ്യുന്നവരടുത്തോ മീം പേജുകളുടെ അടുത്തോ അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് തന്നെ 2 ദിവസം കൊണ്ട് ഇത് ഷൂട്ട് ചെയ്തിട്ട് ഒരു 7 lakhsലെത്തും ഇഷ്യൂസ് ആണെങ്കിൽ. ഓക്കെ, ഞാനിതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മിസ്ലീഡിങ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഫൈൻ. അപ്പോൾ ഇനി ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അകത്ത് കയറി വീഡിയോ കണ്ട സമയത്താണ് മനസ്സിലായത് അതിനകത്തൊരു പ്രൊമോഷനുണ്ട്. പിന്നെ ഈ തംബ്നെയിലിൽ പറഞ്ഞ കാര്യം അത് അവരുടെ ലൈഫിൽ ബിസിനസ്സും അവരുടെ പ്രൊഫഷണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാരണം രണ്ടുപേരും 2 സ്ഥലത്തായിട്ട്, അങ്ങനെ ഇതാണ് അവരുടെ ഒരു ബേസിക് സാധനം. പിന്നെ കുറേ ചാനലുകൾ എന്നെ പോലെ റിയാക്ഷൻ വീഡിയോസ് ഇടുന്നവർ അവരുടെ പേഴ്സ്പെക്റ്റീവ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഈ വീഡിയോ 2ാമത്തെ ദിവസം വൈറലാവുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 74K വ്യൂവർഷിപ്പിൽ എത്തിയിട്ടുണ്ടാവുക. എന്താണെങ്കിൽ അവരൊരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. ഹേ എവ്രിവൺ, ഐ ഹവ് സീൻ ഓൾ ദ റിയാക്ഷൻ വീഡിയോസ് ആൻഡ് ഡിസ്കഷൻ അബൌട്ട് മൈ ലാസ്റ്റ് കോണ്ടന്റ്. ഐ ട്രൂലി അപ്രിഷിയേറ്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട്. ഐ വിൽ ബി ഷെയറിങ് ആൻ എക്സ്പ്ലനേഷൻ വീഡിയോ സൂൺ ടു ക്ലിയർ തിങ്സ് അപ്പ്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അവരുടെ ആവശ്യവും ബേസിക്കലി ഇതാണെന്നുള്ളത് വീഡിയോ കാണുന്നതിന് മുന്നേ കമൻറ്റ് ബോക്സിൽ ഞാൻ നോക്കി മനസ്സിലായി. കാരണം അത്യാവശ്യം കുറച്ച് കാലം അവർ യൂട്യൂബിൽ നിന്നും കാര്യത്തിൽ നിന്നൊക്കെ മാറിയുന്നുണ്ട്. സോ കമ്മിങ് ബാക്ക് അവർക്ക് കുറച്ചും കൂടി ട്രാക്ഷൻ വേണം, കുറച്ചും കൂടി വ്യൂവർഷിപ്പ് വേണം, കുറച്ചും കൂടി അറ്റൻഷൻ വേണം. സോ അതിൻ്റെ ഒരു ബേസിക് ഗിമിക്ക്. ഓക്കെ, അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഈ റിയാക്ഷൻ ചാനലുകൾക്ക് ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ അത് കൂടുതൽ ഫ്ലെയർ അപ്പാവും, കൂടുതൽ അത് കോണ്ടൻറ്റുകൾ ഓരോരുത്തരെടുത്ത് ചെയ്യും, ചാനലിൽ ബാക്ക് ഇൻ ട്രാക്ക് ഈ സംഗതി ആയിരിക്കണം. എന്താണ് കമൻറ്റ് ബോക്സിനകത്ത് അത്യാവശ്യം റിയാക്ഷൻ ചാനലുകളിലുള്ള ആളുകൾ ഇതെടുത്ത് വിമർശിച്ചോട് കൂടിയിട്ട് കമൻറ്റ് ബോക്സിനകത്ത് നീ ആളുകളെ പറ്റിക്കാനാണോ ഈ വീഡിയോ ചെയ്യുന്നത്, നീ എന്തിനാണ് ഈ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നത്, ഈ ഒരു സ്കീമുണ്ട്. നമുക്ക് ആദ്യം വീഡിയോ 1 by 1 ആയിട്ട് നോക്കാം. കണ്ട പോലെ ആ തംബ്നെയിൽ ശരിയാണ്, അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. വീഡിയോയുടെ ഏറ്റവും തുടക്കത്തിലാണ് ഇങ്ങനെ ബ്ലാക്ക്ഡ് ഔട്ട് ആക്കിയിട്ട് ഒരു പോർഷൻ അവരെന്ത് ചെയ്തിട്ടുള്ളത്, പ്രിവ്യൂ പോലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തംബ്നെയിലിൽ ഓൾറെഡി ഇവർ എന്തുകൊണ്ട് ഇതേപോലെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നു, അതിനുശേഷം ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ട്. ഇത് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് മനോരമ ന്യൂസ് ഇപ്പോൾ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ കോണ്ടൻറ്റുകൾ പിടിച്ച് സോഷ്യൽ മീഡിയയിലെ ന്യൂസുകൾ എടുത്തിടുന്നതാണ്. ബ്രില്യൻ പ്ലേ ബൈ മനോരമ ന്യൂസ്. എന്താണെങ്കിലും ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല എന്നുള്ള അവരുടെ തംബ്നെയിലിനെ ഒരു കുറച്ചും കൂടി എന്താ പറയുക സ്ട്രെസ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു കോണ്ടൻറ്റ് ക്രിയേഷൻ്റെ ഭാഗമാക്കി കൊണ്ടുവരുമ്പോൾ ആളുകളിലേക്ക് ഒരു മിസ്ലീഡിങ് എലമെൻറ്റ് ഇട്ട് കൊടുക്കാനോ തന്നെയാണ് ഡെഫിനറ്റ്ലി ഈ ഒരു സാധനം അവർ ബ്ലാക്ക്ഡ് ഔട്ട് ആക്കിയിട്ട് ആ ഒരു ഡയലോഗൊക്കെ പറഞ്ഞിട്ട് പ്രിവ്യൂ ആക്കി വെച്ചിട്ടുള്ളത്. സോ കമൻറ്റ് ബോക്സിനകത്ത് ആളുകൾ വന്നിട്ട് ഇവരെ വിമർശിക്കുന്നതിന് ഇവർക്ക് ആളുകളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സാധാരണ എന്താ കാണാറ്, സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയ ഫെയിമുകളൊക്കെ അവരുടെ വീഡിയോസ് വേറെ ചാനലിൽ വരുമ്പോഴാണ് മിസ്ലീഡിങ് ആയിട്ടുള്ള തംബ്നെയിലും കാര്യങ്ങളും പരിപാടികളൊക്കെ. ഇല്ലെങ്കിൽ മറ്റേ ബസ് ശൂന്യാകാശ യാത്രക്കാരെ പോലെ ഈബിൾ സെറ്റിനെ പോലെയൊക്കെയുള്ള ആളുകൾ കോടികളും ലക്ഷങ്ങളുടെയൊക്കെ കണക്ക് പറഞ്ഞിട്ടുള്ള മിസ്ലീഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടുള്ളൂ. അല്ലാതെ സ്വന്തം പ്രൊഫൈലിനകത്ത് ആരും പോയിട്ട് ഞാൻ പിരിഞ്ഞേ, ഞാൻ തല്ലിയേ, ഞാൻ കുത്തി കുറവാണ് ചിലരെ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ സ്വയം എന്താണ് മലന്ന് കടന്ന് മോത്തിക്ക് തുപ്പിയൊരു അവസ്ഥയെ പോലെയാണ് എനിക്ക് പേഴ്സണലി ഈ സാധനം ഫീലായത്. ബട്ട് സ്റ്റിൽ അവരുടെ കോണ്ടൻറ്റ് ക്രിയേഷൻ, അവരുടെ ഐഡിയാസ്, അവർക്ക് അവരുടെ ചാനൽ ബാക്ക് ടു ട്രാക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗിമിക്ക് കാണിക്കേണ്ടിയിരിക്കും. അവരത് കാണിച്ചു, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അവർക്ക് എന്താ പറയുക, അവരുടെ ചാനലിൽ ഏത് രീതിയിലുള്ള കോണ്ടൻറ്റും എങ്ങനെ വേണമെന്നെങ്കിലും അവർക്ക് പോസ്റ്റ് ചെയ്യാമല്ലോ.
സോ എന്താണെങ്കിലും അവർ അങ്ങനെ ഈ കാര്യങ്ങൾ തുടങ്ങി. കമൻറ്റ് ബോക്സ് പൊട്ടിത്തെറിച്ചൊന്നും ഞാൻ വെക്കുന്നില്ല, അതവിടെ പോയി നിങ്ങൾ കണ്ടാൽ മതി. എന്താണെങ്കിലും ഇതിൻ്റെ ഒരു മെയിൻ പോർഷനിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവരിത് എങ്ങനെയാണ് ഇത് റിവീൽ ചെയ്യുന്നതും ആൻഡ് ഇവരൊരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് പ്രൊമോഷൻ വെക്കുന്നതും എന്നുള്ളത്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോള് ബൈ ശ്രീവിദ്യ മുല്ലശ്ശേരി. എൻ്റെ സൗണ്ട് ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ്. എൻ്റെ സൗണ്ട് സ്ഥിരം കേൾക്കുന്നവർക്കറിയാം, എൻ്റെ സൗണ്ട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. ഇത്രയും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് തിരിച്ചു വന്നത്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തിരിച്ചു വരവിൻ്റെ ഒരു തുടക്കമാണ്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ആ തംബ്നെയിൽ ശരിയാണ്, അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞതല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. അപ്പം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്തത്, എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങളിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റീസൺ വന്ന് പറയാമെന്ന് വിചാരിച്ചു. 2025 ആദ്യത്തെ വീഡിയോ ഇതാണ്. ബൈ ദ വേ, ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ ഇതാണ് 2025 ആദ്യത്തെ വീഡിയോ. ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ. ആ സമയത്ത് നന്ദു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഒരാവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു 2-3 ദിവസം കണ്ടിട്ടുണ്ടാവും. എൻ്റെ സ്റ്റോറി ഉണ്ടവർക്കറിയാം, ഒരു 2-3 തവണ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു റീൽ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് നാളായി, സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട്. ഇതാണ് സത്യം. ഇതേ വിഷമമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ആക്നെ സ്പോട്സ്, പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്ത് തരാം. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റ് ആൻഡ് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. ഓക്കെ, ഇതാണ് ഈ ഒരു വീഡിയോൻ്റെ ഒരു കോർ പോർഷൻ എന്ന് പറയുന്നത്. ഇവർ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല. ഓക്കെ, അവരെ കരഞ്ഞൊരു ഇമോജി, അവർ കരഞ്ഞിരിക്കുന്നൊരു ഫോട്ടോ, അവരുടെ രണ്ടുപേരുടെയും ഹാപ്പി മൊമെൻറ്റ്, പിന്നെ ദേഷ്യം വന്നൊരു സംഗതിയും കാരണം ഇതാണ് എന്നുള്ളൊരു ടൈപ്പിങ്ങും. ഇതാണ് ഇതിൻ്റെ തംബ്നെയിൽ. ഇതിലെവിടെയും അവർ അടിച്ച് പിരിഞ്ഞ് ഞങ്ങൾ മറ്റേ ബന്ധം ഒഴിവാക്കി അല്ലെങ്കിൽ അങ്ങോട്ട് ചതിച്ചു ഇങ്ങോട്ട് ചതിച്ചു, ഇത് ഈ സ്കീമൊന്നുമല്ല. ഇത് മറ്റൊരു പഴയൊരു സിനിമയിലൊരു കത്തുണ്ട്, ഏതാ പടം എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. നമ്മളെ കൊച്ചിൻ ഹനീഫ ചേട്ടനും പിന്നെ പറയുന്നത് ജയസൂര്യയാണ് തോന്നുന്നത്. മറ്റേ ജയിലിൽ നിന്ന് കത്തുന്ന സ്ഥലം, ഞാൻ വന്നു കഴിഞ്ഞാൽ അവനെ തീർക്കും, അവനെ എനിക്കൊന്ന് കാണണം, ഇങ്ങനെ സീനിൽ ആ കത്തൊന്ന് മാറ്റി വായിച്ചാൽ എങ്ങനെയുണ്ട്, എനിക്കൊന്ന് അവനെ കാണണം, എനിക്കൊന്ന് അവനോട്. ഇത് നമ്മളെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വ്യൂവർഷിപ്പിൻ്റെ ഇഷ്യൂ ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു ചാനലിനകത്ത് നമ്മൾ കണ്ടു പഠിക്കുന്നത് എന്താ, മിസ്ലീഡിങ് ആയിട്ടുള്ള തംബ്നെയിലുകളാണ്. തംബ്നെയിലും കോണ്ടന്റും തമ്മിൽ ഒരു ബന്ധവും കാണില്ല. ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ ഒരു സ്ഥലത്തേക്ക് നടന്നുപോയി, ഇതായിരിക്കും അതിലുള്ള കോണ്ടന്റ്, അയാൾ നടന്നു പോവുമായിരിക്കും. പൃഥ്വിരാജ് സുകുമാരൻ കോടിക്കണക്കിന് രൂപയുടെ ഡ്രസ്സ് ഇട്ട് നടന്നുപോയി, ലക്ഷക്കണക്കിന് രൂപയുടെ ഷൂസ് ഇട്ടിട്ട് നടന്നുപോയി. പൃഥ്വിരാജ് സുകുമാരൻ നടന്നു പോകുമ്പോൾ സംഭവിച്ചത് എന്ത്? ഇങ്ങനെ തംബ്നെയിലുകൾ കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ ഇത് മാത്രം കണ്ട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇത് മാത്രം കണ്ട് മിസ്ലീഡഡ് ആയിട്ട് പോകുന്ന ഒരു വലിയ വ്യൂവർഷിപ്പിനെ അവർ മുതലെടുക്കാൻ ശ്രമിച്ചു. അല്ലാതെ ഇവരിപ്പോൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ഈ തംബ്നെയിൽ പോയി വായിക്കുകയാണ്. അതായത് ഈ രണ്ടുപേരും പ്രൊഫഷണൽ അവരുടെ പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ട് അവരുടെ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി മാറി നിൽക്കുന്നു, ഇടയ്ക്ക് തമ്മിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ഇവർ തമ്മിൽ ഭാര്യ ഭർത്താവിന് ഒരു വിഷയവും ഇല്ല. അപ്പോൾ ഇത് പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ ഈ തംബ്നെയിൽ വായിക്കുമ്പോൾ ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല. ഇതിപ്പോൾ നമ്മൾ ക്യാഷ്വലായിട്ട് പറയില്ലേ, ഞാനും അവളും ഒരുമിച്ചല്ല, ഞാനും അവനും ഒരുമിച്ചല്ല. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിൻ്റെ ഭാഗവും പ്രൊഫഷണൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ടൈം നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, പ്രൊഫഷണലും പേഴ്സണലൊക്കെ ആയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാറിയിരിക്കുന്നു. ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം ആണ്. ഓക്കെ, അത് ഈ വീഡിയോ കാണണം, ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഈ സംഗതി പിടുത്തം കിട്ടും. പക്ഷേ വ്യൂവേഴ്സിന്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളുടെ ഫാൻസിന്, നിങ്ങളുടെ വ്യൂവേഴ്സിന്, ഇപ്പം നമുക്ക് നമ്മളെ വ്യൂവേഴ്സിന് നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയാം, ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ കോർ ഓഡിയൻസിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ വ്യൂവേഴ്സിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ഗിമിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കാണിക്കുന്ന സിറ്റുവേഷൻസ് വരാം ഒരു ട്രോൾ പേജിനോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ചാനലിലോ. കാരണം അതിൻ്റെ കോർ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറവായിരിക്കും. കോണ്ടൻറ്റ് കേൾക്കാൻ വന്നിട്ട് പോകുന്നവരോ അല്ലെങ്കിൽ ഇവൻ പറയുന്ന വിമർശനത്തിന് ഇവനെ 4 പറയുന്നത് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നവരോ, ഇനി കോർ ഓഡിയൻസിൻ്റെ എണ്ണം കുറവായിരിക്കും. പക്ഷേ ഒരു ഫാമിലി വ്ളോഗിനോ ഒരു പേഴ്സണൽ വ്ളോഗിനോ അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫാൻ ബേസ്, നിങ്ങളുടേതായിട്ടുള്ള
കോർ ഓഡിയൻസ് ഉണ്ട്. അത് നിങ്ങൾ ഇനി എത്ര വർഷം കഴിഞ്ഞിട്ട് ചാനൽ വീഡിയോ ഉള്ള നിർത്തിയിട്ട് പിന്നെ തിരിച്ചു വന്നാലും നിങ്ങളുടെ ഓഡിയൻസിലൊരു മേജർ ഷെയർ അവിടെ കിടക്കുന്നുണ്ടാവും. യൂട്യൂബിൻ്റെ അൽഗോറിതം വെച്ച് ഒരു കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് പോകും, പിന്നെ അതങ്ങനെ സ്പ്രെഡാവും. നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്തത് കൊണ്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിങ്ങളെ വ്യൂവേഴ്സിനോടുള്ള ട്രസ്റ്റ് നിങ്ങൾക്കില്ല. ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ എൻ്റെ വ്യൂവേഴ്സ് അടക്കം ഈ വീഡിയോ കാണൂ എന്നുള്ള നിലയ്ക്ക് ചെയ്ത പോലെ എനിക്കൊരു പേഴ്സണലി ഫീലിംഗ് കിട്ടി. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറേ പേര് റിയാക്ഷൻ ചെയ്ത സമയത്ത് ഞാൻ പറയുന്നത് കേട്ടു, ഇതിനകത്തൊരു പ്രൊമോഷൻ വീഡിയോ അവരെന്തോ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ടുവന്നത് വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു. അവരത് കമ്പയർ ചെയ്തത് ആ സിറ്റുവേഷൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ വാട്ട് എവർ റീസൺ അവർ തമ്മിൽ കാണാതിരിക്കുന്ന ലോങ് ഡിസ്റ്റൻസിലെടുക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സംഗതി, മുഖത്ത് വരുന്ന കുരുവിൻ്റെ സിറ്റുവേഷൻ തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഇവിടുത്തെ ഉഡായിപ്പ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവരെയൊക്കെ മച്ച് 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 ബെറ്റർ, ഇവിടുത്തെ ഉഡായിപ്പ് ആളുകളെ പൈസ കളയുന്ന ആളുകളെ പറ്റിക്കുന്ന പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ആപ്പുകളോ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഒരാൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിലൊരു പേരോ അഡ്രസ്സോ ഉള്ളൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതിനൊന്നും ഒരു വിഷയമല്ല. അത് അവർ ചെയ്തതിൽ എനിക്ക് അവരെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആ കാര്യമൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. പിന്നെ ഇവരുടെ ഈ ഒരു കോണ്ടൻറ് ക്രിയേഷൻ രീതിയിൽ ഒരു കോണ്ടൻറ് തുടങ്ങിയിട്ട് ഇനീഷ്യൽ വരുന്ന ഒരു 2 മിനിറ്റോ 1.5 മിനിറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുവേണം ഒരു പ്രമോഷൻ കൊണ്ടുപോയി വയ്ക്കാൻ. അതുകൊണ്ടാണ് അവർ ആ ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ ചെയ്തതും അതിൻ്റെ തുടക്കത്തിലേ ഈ പ്രൊമോഷൻ കൊണ്ടുപോയി വെച്ചത്. എന്നാലേ അവർക്ക് ആ ബ്രാൻഡ് പൈസ കൊടുക്കൂ. ഇത് ആ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞ ആസ്പെക്റ്റിൽ ചിന്തിക്കും. ഒരു കോണ്ടൻറ് ക്രിയേറ്ററിൻ്റെ റിയാലിറ്റി ഫേസ് അതാണ് ഇരിക്കുന്നത്. അവരുടെ ആ സ്ക്രിപ്റ്റ് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. അതുകൊണ്ടാണ് ആ വീഡിയോൻ്റെ തുടക്കത്തിലേ ഈ സാധനം വന്നതും ആളുകൾ ഇത് കാണുമ്പോൾ അതിന് തെറിവിളിയും ചീത്തവിളിയും തുടങ്ങിയത്. ഓക്കെ, ബാക്കി കാണാം. സോ എന്തുകൊണ്ടാണ് നമ്മളിപ്പം ഈ 2 ഭാഗത്ത് നിൽക്കണേ എന്ന് ചോദിച്ചാൽ, 2 സ്ഥലത്ത് നിൽക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പേർപ്പസ്ഫുള്ളി ചെയ്തതല്ല. അത് നമ്മൾ പോലും വിചാരിക്കാണ്ട് നമ്മുടെ 2 ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഭാഗമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ, അല്ലെങ്കിൽ ഒരു കരിയർ ബേസ് പ്ലാൻ എന്നൊക്കെ പറയുന്ന പോലെ പറ്റിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ്, ഫിസിക്കൽ സ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാസർഗോഡാണ്. ആൻഡ് കെറ്റർ എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര്. ഇതായിരുന്നു ദ റീസൺ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു. ഇതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിനൊരു സുഖമുള്ള വേദനയാണ്. അയ്യോ, എന്തൊരു വേദന. വൈകാതെ ഞങ്ങൾ വീണ്ടും ഇതേപോലെ തിരിച്ച് റീജോയിൻ ചെയ്യാണ്. അപ്പം ഈ മാസം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ വീഡിയോസ് വരുന്നതായിരിക്കും. ഈ മാസം ഈ ഒരു ഫെബ്രുവരി പകുതിയായല്ലേ പറഞ്ഞ് നന്ദു ചേട്ടൻ തിരിച്ചു വരും. അപ്പം ഉടനെ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള വീഡിയോവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ തിരിച്ച് നന്ദു ചേട്ടൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോ ചെയ്യാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. സോ എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കും, എന്താ വീഡിയോയുടെ അകത്ത് എവിടെയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് താങ്ക് യു സോ മച്ച്. ഇത്രയും നിങ്ങൾ നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ നമുക്ക് അയ്യോ നമ്മൾ ചെയ്തിട്ടില്ല നമ്മളിടുന്ന പോസ്റ്റിൻ്റെ താഴേക്ക് യൂട്യൂബിൽ വരാറുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ഈ വീഡിയോനകത്ത് ടുവാർഡ്സ് ദ എൻഡ് ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവരുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ്, പിന്നെ ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഹോട്ടൽ. സോ ഇവരവരുടെ പ്രൊഫഷണൽ ലൈഫ് സെറ്റിൽ ഡൗൺ ആക്കാനും അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ ഇപ്പോഴാണ് നല്ല സമയം. നമ്മൾ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് നമ്മൾ മാറിയിട്ട് കുറച്ച് ഹണിമൂണും കാര്യങ്ങളും അടിച്ചുപൊളിയും നമ്മളുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് കുറച്ചും കൂടി എൻജോയ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാലം നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ ലൈഫ് തൂക്കി നോക്കുമ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് ഔട്ട് ഓഫ് ദ ട്രാക്ക് പോകും. അങ്ങനെ പോയി കഴിയുമ്പോൾ തിരിച്ചു പറഞ്ഞാൽ വളരെ പാടായിരിക്കും. സോ ലെറ്റ് സെക്യൂർ അവർ ലൈഫ് പ്രൊഫഷണലി. ബിക്കോസ് ഇവർ ഇന്ന് അങ്ങോട്ട് കല്യാണം കഴിച്ച് പോയ ആൾക്കാരല്ല. എനിക്ക് തോന്നുന്നു ഇവർ കുറച്ച് കാലം കണ്ട് പ്രേമിച്ച് ഇഷ്ടപ്പെട്ട് അങ്ങനെ പോയി. സോ ഓൾറെഡി ദേ നോ അവർ ഒപ്പമായിട്ട് കുറച്ച് കാലമായി. അവരൊപ്പം ആ ഒരു ഇപ്പോൾ കല്യാണം കഴിച്ചെന്നെ ഭാര്യ ആവണം അല്ലെങ്കിൽ കല്യാണം കഴിച്ചെന്നെ ഭർത്താവണം. നോ, ആ പ്രൊസീജിയർ, ആ പ്രോസസ്സ്, അത് നമ്മൾ 2 പേർ ഒന്നാണെന്നുള്ള പ്രോസസ്സ് തുടങ്ങിയിട്ട് കുറച്ചായി. ഈ ചടങ്ങ് എന്ന് പറയുന്നത് നാട്ടുകാരെയും ബാക്കിയുള്ളവരെയും കാണിക്കാനും ഒഫീഷ്യലി ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി എന്ന് കാണിക്കാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അവർ വളരെ മെച്യൂർ ഫേസിലിരുന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും എടുത്ത് നോക്കുമ്പോൾ പ്രൊഫഷണൽ ലൈഫിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയം ഇതാണെന്നുള്ളതുകൊണ്ട് അവർ 2 ബ്രാൻഡ് ആൻഡ് ദിസ് എൻറ്റയർ വീഡിയോ നിങ്ങൾ നോക്കുക, ഒരു പ്രൊഡക്റ്റിനെ അവർ പ്രൊമോട്ട് ചെയ്തു. പക്ഷെ അവരുടെ സ്വന്തം പ്രൊഡക്റ്റും ഇതിൽ കംപ്ലീറ്റ്ലി ഈ വീഡിയോനകത്ത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ വെരി കണ്ണിങ് തിങ്.
കണ്ണിങ് വീഡിയോ ആണിത്. നിങ്ങൾ ആലോചിക്കുക. അത് അവരുടെ, ഞാൻ പറയുമ്പോൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുള്ളൂ ഞാനിത്. അവർ വ്യൂവേഴ്സിൻ്റെ തമ്മിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരതിനകത്ത് പറഞ്ഞ എഴുതി വെച്ച കോണ്ടൻറ്റ് വെച്ചിട്ടോ ഇപ്പോൾ കറൻ്റ്ലി ഇവിടെയുള്ള വ്യൂവർഷിപ്പും ഇവിടെയുള്ള ആളുകളും നമ്മൾ തെറ്റിദ്ധരിച്ച് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ട ആളുകൾ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ഈ ട്രെൻഡിൻ്റെ ഒപ്പമാണ് അവർ പിടിച്ചത്. അവരത് യൂസ് ചെയ്യുക ചെയ്തേ. അതൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് ഈ വ്യക്തി ചെയ്തത് ഇവരുടെ ഓൺ പ്രൊഡക്റ്റ് അടക്കം. ഇവർക്കൊരു വ്ളോഗ് ഉണ്ടായിരുന്നു, ഇവരുടെ ഒരു മറ്റേ ഇത് തുടങ്ങിയ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയ അത് ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തു. അവരുടെ ഹസ്ബൻഡിൻ്റെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറഞ്ഞു. സോ ദിസ് എൻറ്റയർ വീഡിയോ കുറച്ച് കാലം അവരുടെ ലൈഫിനകത്ത് അവർ എന്തിനു വേണ്ടി വർക്ക് ചെയ്തോ ആ കാര്യത്തിൻ്റെയും കൂടിയും പ്രൊമോഷനാണ്. ഇറ്റ്സ് എ ബ്രില്യൻ വീഡിയോ. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീവിദ്യ മുല്ലശ്ശേരി, നിങ്ങളുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ആസ് എ കോണ്ടൻറ്റ് ക്രിയേറ്റർ യു നെയിൽഡ് ഇറ്റ്. നിങ്ങളുടെ പക്ഷേ എനിക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൊരു ഇങ്ങനത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, നമ്മളെന്താണെന്നുള്ളത് കാണിച്ച് കുറച്ചും കൂടി വീഡിയോസ് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ വ്യൂവർഷിപ്പിൻ്റെ മുകളിലുള്ള ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ഇതിനകത്ത് ഒരു തംബ്നെയിലും ആ കോണ്ടൻറ്റ് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിലോ അല്ലെങ്കിൽ ലേറ്റർ ഓൺ നിങ്ങൾ ഈ സംഗതി പൊതിഞ്ഞു വെച്ചത്. അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് ദേഷ്യം തോന്നിയതും. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ നിങ്ങളെ വിമർശിക്കുന്നതും അവിടെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂവർഷിപ്പിൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കിത് വളരെ പ്ലെയിനായിട്ട് വന്നിരുന്നിട്ട് ഞങ്ങളുടെ പ്രൊഫഷണൽ, ഇപ്പോൾ ഈ പറഞ്ഞ സാധനം തന്നെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ് ഇങ്ങനെയാണ്. സോ പ്രൊഫഷണൽ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമ്മളിങ്ങനെ നിൽക്കുന്നു. ഇതിപ്പോൾ ഒരു മറ്റേ ഇവിടുത്തെ ബാക്കി ചാനലുകൾ, സോ കോൾഡ് മഞ്ഞ ചാനലുകൾക്കൊന്നും തംബ്നെയിലും മറ്റേ ടൈറ്റിലും ഇടണ്ട, ഞാൻ തന്നെ എൻ്റെ തുടങ്ങി വയ്ക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങി വെച്ച പോലത്തെ ഒരു ഫീലാണ് അതുണ്ടായത്. എന്താണെന്നുണ്ടെങ്കിലും ശ്രീവിദ്യ മുല്ലശ്ശേരി മേ ബി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരുമായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്.